അപ്പൊ മടവൂർ വിഭാഗവുമായുള്ള തർക്കത്തിൽ അന്ന് അവരുടെ ദഅവത്തിന്റെ മനഹജ് എന്താ? അവര് പറഞ്ഞു, ദഅവത്തിന് നമ്മള് ആളുകളുടെ തൃപ്തി നേടിയ ശേഷമാണ് തൗഹീദ് പറയേണ്ടത്. ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളൊരു ആശുപത്രി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടാക്കുക, അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആളുകളൊക്കെ ഒന്ന് കയ്യിലെടുത്തതിന് ശേഷം പിന്നെ തൗഹീദ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുത്താൽ മദീന. നമ്മളിതിനെ പാലം പണി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമ്മളെ വിശുദ്ധ ഗ്രൂപ്പുകാർ എത്തിയത് എവിടുക്ക? വിശുദ്ധ ഗ്രൂപ്പുകാർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ വിശുദ്ധ ഗ്രൂപ്പിന്റെ ഒന്നാം ഘട്ട പരിപാടിയിൽ കൊടുത്തിരിക്കുന്നതോ അതേ സംഗതികളാണ്. പരിസ്ഥിതി സംരക്ഷണം അടക്കം നമുക്കതിൽ കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങള്. അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകളായി ഞെളിയാനാണ് എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടായത് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വായിക്കുന്നുണ്ട്. ആൾക്ക് സുഖം കിട്ടി. ഇപ്പൊ ദേവാസമിതിക്കാര് കേസറയുണ്ട്. എന്നാ നമ്മളിനി അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കല്ലേ. ഏതായാലും ഇപ്പൊ കേന്ദ്രം എന്നൊക്കെ പോന്നപ്പോ സ്വതന്ത്രമായല്ലോ. മറ്റത് ഓരോ നോട്ട് ചെയ്യാൻ ആളുണ്ടാവും, ടിപിക്ക് വിളിച്ചു തരാൻ ആളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് സ്വതന്ത്രമായിട്ട് പറയാം. അല്ല, അത് നമ്മളിപ്പോ ഇനി പറഞ്ഞാല് നമ്മൾ ജിന്നൂരി എന്നുള്ള പേര് നമ്മന്ന് പോകില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ അത് വിട്ടേക്ക. അത് നമ്മൾ ഇനിയിപ്പോ അങ്ങനെ പറയണ്ട. അപ്പൊ ചികിത്സിക്കലോ, പള്ളിയിൽ വെച്ച് ചികിത്സിച്ച നമ്മളെ പള്ളിയിലൊന്ന് പറ്റും, ദേവാസമിതിന്റെ പള്ളി കേന്നന്മാരെ ഒന്നായിട്ടുണ്ടാക്കും, നമ്മളെ പള്ളിയിൽ ജിന്നിറക്കി. എന്നാ ജാമ്യൽ ഇന്ത്യയിൽ വെച്ചൊന്ന് ജിന്നിറക്കിയാലോ? ജാമ്യൽ ഇന്ത്യയിൽ ജിന്നിറക്കി ആകെ പ്രശ്നമാവും. ഇപ്പൊ എന്താ നിങ്ങളും കേന്നമ്മ തമ്മിൽ വ്യത്യാസം? എന്താ വ്യത്യാസം? ജിന്നുബാധുണ്ട്, ചികിത്സിക്കണം എന്ന് പറഞ്ഞ നമ്മൾ ചികിത്സിക്കുന്നതിൽ മടി കാണിക്കുന്നു, ചികിത്സിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പള്ളിയിലും പാടില്ല, മദ്രസിലും പാടില്ല, വീട്ടിലും പാടില്ല. ഇനി എന്താ ആകാശത്തുനിന്ന് അത് ഓതി കൊടുക്കണ്ടേ? തന്നെ ജിന്നുബാധം പോലെ ആകാശത്താണ് ചികിത്സിക്കേണ്ടത്? നിങ്ങൾ പറ, നിങ്ങൾ എന്താ റുഖ്യ ശറയ്യ പറയാത്തത്? റുഖ്യ ശറയ്യ പറയാൻ പറ്റാത്ത വണ്ണം ഇവരെ നയിക്കുന്ന ആളുകൾ ഇപ്പൊ അവിടെ എത്തി. ഇപ്പൊ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് അന്താരാഷ്ട്ര ദൈവത്തേറ്റ് നടക്കുക. അന്താരാഷ്ട്ര ദൈവത്തിനെ പറ്റി നിങ്ങൾ കേൾക്കണ കൂട്ടരെ, ഇത് 2014 മെയ് 11 മാധ്യമങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഒന്നാം ഘട്ട പദ്ധതി കടപ്പുറത്ത് ഉദ്ഘാടനം വിശുദ്ധം. എന്നിട്ട് എന്താ നിങ്ങള് നമ്മൾ വിചാരിക്കും ശുദ്ധ സലഫി ദേവത്താപ്പ വിശുദ്ധത്തിൽ വരുന്നത് കേട്ടോളി. പൗരധർമ്മം, സാമൂഹിക അവബോധം വളർത്തിയെടുക്കൽ, കുടുംബ ബന്ധങ്ങളുടെ പവിത്രത, ചൂഷണമുക്തമായ പ്രബോധനം, വിദ്യാഭ്യാസം, പ്രചാരണവും വികസനവും, തൊഴിൽ കടമകളും അവകാശങ്ങളും, സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും, അക്രമരഹിത സമൂഹം, പലിശരഹിത സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. സലഫിയത്തിന്റെ നടുക്കണ്ടങ്ങളെ വർത്താനാണ്. എന്താ സലഫിയത്തിന്റെ ചേല്? എന്തിനാണോ നിങ്ങൾ മടവൂരികളെ കുറ്റം പറഞ്ഞ്? മടവൂരികൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്ന കാലത്ത് MSM-ലുള്ള പോലെ ഈ അസർമും കൂട്ടരൊക്കെ ഇപ്പോലെ നേതൃത്വത്തിൽ വന്നപ്പോ തനിച്ച മടവൂരിസത്തിലേക്ക് പോയി. അല്ലേ? എന്താ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലേ? മരം ഒരു വരം അല്ലേ? മരം നടാത്ത, നമ്മള് മരം നട്ടുപിടിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ മഴ കിട്ടാത്തത്. സീരിയാജിന്റെ ചോദ്യം മതിയേന്. ആ സുഗതകുമാരനോട് ചോദിച്ചില്ലേ, കടലിൽ മഴയാണ്, അവിടെ മരം ഉണ്ടായിട്ടാണ്. ഇപ്പോഴാ എത്ര മരം മുറി നടക്കണു, മയക്ക് വല്ല കുറവുള്ളൂ, ഓരോ കൊല്ലം കൂടി വരിക. പോയത്തമല്ല ഈ പറഞ്ഞത്, മരം വെച്ചാലേ മഴ ചെയ്യൂന്ന്, മഴ പെയ്താലേ മരം മുളക്കൂന്ന് പറഞ്ഞാൽ ശരിയാ. മനസ്സിലായില്ലേ? ഇത് പരിസ്ഥിതി സംരക്ഷണം, ഇതൊരു ഇസ്ലാമിക സംഘടനയുടെ ദഅവത്തിൻ്റെതാ. ഇതിന് സലഫിയത്തുണ്ടോ? ഖുർആനുണ്ടോ? ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാ. ഇതൊക്കെ നമ്മൾ യഥാർത്ഥ സലഫി ലൈൻ അനുസരിച്ച് ദീന് പഠിപ്പിച്ച അതിന് പൗരധർമ്മം ഉണ്ടാകും, കുടുംബബന്ധത്തിന്റെ പവിത്രതയും വരും, ചൂഷണമുക്തമായ സമ്പ്രദായം ഒക്കെ വരും. അതൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഇപ്പൊ ആളുകളെ തൃപ്തിപ്പെടുത്താൻ മാത്രമല്ല, കടപ്പുറത്ത് പ്രഖ്യാപിച്ചു 10,000 കിറ്റ് ഞങ്ങൾ വിതരണം ചെയ്യും. പെരിന്തൽമണ്ണ പള്ളിയിൽ ഞാൻ ചെന്നപ്പോ അട്ടി എത്തിട്ട് വെച്ചത് അരിന്റെ പാക്ക്. വിസ്ഡം എന്താ അവസ്ഥ? അപ്പൊ അരി കൊടുക്കുമ്പോ വിസ്ഡം. നിങ്ങൾക്കറിയോ, കടലുണ്ടിയിൽ ട്രെയിൻ മറിഞ്ഞപ്പോ അവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് ചെന്നപ്പോ 3 കൂട്ടരെ ബാഡ്ജ് എത്തിന്ന്. ഒന്ന് ISM, ഒന്ന് RSS, ഒന്ന് SSF. ഇങ്ങനെ കാരണം സലാസുല്ലി പറഞ്ഞാണ്, നമ്മളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കൊണ്ട് നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തണം. ഇപ്പോഴുണ്ട് മെഡിക്കൽ കോളേജിൽ വിസിറ്റ് പോകും ISM-ന്റെ ആളുകള്, പക്ഷെ ബാഡ്ജ് കുത്തണമെന്ന് നിർബന്ധ. ഇങ്ങനെ എന്തൊക്കെ വർത്താനം? എന്തൊരു കഷ്ടമാണ്. ഇതാണ് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനം. നമ്മളാരും എതിരല്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നമ്മളൊക്കെ എത്ര കാലം സക്കാത്ത് കമ്മിറ്റി നടത്തണം, എത്ര പാവങ്ങളെ സഹായിക്കണം, വല്ല നോട്ടീസ് അടിച്ചിട്ടാ? അപ്പൊ ഞാൻ പട്ടാണിത്തറ നിന്ന കാലത്ത് 10-20 കൊല്ലം മുമ്പാ, അന്ന് 1.5 ലക്ഷത്തിന്റെ റിലീഫ് എടുത്തോളൂ റമദാനില്, ചെറിയ മഹല്ല. അതൊന്നും ഇപ്പൊ നോട്ടീസ് അടിച്ചിട്ടല്ല, അതൊന്നും ആളുകൾ ഇങ്ങോട്ട് ചൂണ്ടില്ല.
അങ്ങനെ ദഅവത്തിനെ പാലമാക്കണം എന്ന് മടവൂരികൾ പറഞ്ഞല്ലേ പ്രശ്നം. പൊതു താല്പര്യ മേഖല കണ്ടെത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ റസൂലിന്റെ സഹാബത്തിന്റെ ദഅവത്ത് ശൈലിയല്ല നിങ്ങളത്. നിങ്ങൾ മധ്യകാല ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾ ദഅവത്ത് ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ ഒരു സ്ഥലത്ത് വന്ന ആദ്യം എന്ത് ചെയ്യും? ഒരു സ്കൂൾ അവിടെ ഉണ്ടാക്കും. എന്നിട്ട് സൗജന്യമായി വിദ്യാഭ്യാസം, പിന്നെ ഒരു ആശുപത്രി, അല്ലേ? പിന്നെ പള്ളി വകയായിട്ട് പള്ളിയിൽ നിന്ന് വിതരണം, ചായപ്പൊടി, പഞ്ചസാര, കടല ഒക്കെ 30 റുപ്യ കുറച്ചിട്ട് ഓരോ കാർഡ് കൊടുക്കും. അതിന് പോകും നമ്മൾ ആളുകളൊക്കെ. അത് വരുമ്പോ പറയും കുറച്ചു നേരം അവിടെ ഇരിക്കണം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അച്ഛന്റെ കുറച്ച് പ്രസംഗം ഉണ്ടാവും. അത് കേൾക്കണം. നല്ല ചായപ്പൊടിയും പഞ്ചസാരയും കിട്ടുള്ളൂ. ഈ ജാതി വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? നമുക്ക് മധ്യകാല ക്രിസ്ത്യാനികളെ മാതിരി വേഷം മാറേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ദഅവത്ത് നേർക്കുനേരെ കൊടുക്കാം. നമുക്ക് പാലം കെട്ടേണ്ടതില്ല. പൊതു താല്പര്യ മേഖല കണ്ടെത്തുക എന്ന ലേഖനം എഴുതിയതിനെ പറ്റി ശരിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എഴുതിയല്ല, ആരും അതിന് ന്യായീകരിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുമില്ല. പക്ഷേ അതിലിപ്പോ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ കുറച്ച് ആളയിലുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ മനസ്സിലായി, ശരിയമുണ്ട പറഞ്ഞു ഞാൻ എഴുതിയത് തെറ്റാണ്, ഞാൻ ആരും പറഞ്ഞിട്ട് എഴുതിയതല്ല. അപ്പൊ ആ റൂട്ടിലേക്ക് തന്നെയല്ലേ സുഹൃത്തുക്കളെ ഇപ്പൊ ഇവരും പോകുന്നത്. ദഅവത്തിൽ ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന മൻഹജ് അതാര മൻഹജ? അത് സലഫി മൻഹജാണ്. പിന്നെ നമ്മൾ KNM പോകുന്നത് ഈ കോലത്തിലേക്ക് പോകാനാണോ? സക്കരിയ സലാഹി മാറുന്ന വെറുതെയാണ് എന്നാണ്. ഈ ജാതി ഒപ്പം പോയ എന്തായിരിക്കും അവസ്ഥ? ഇനിയിപ്പോ 1-ാം ഘട്ട, ഇനിയിപ്പോ 2-ാം ഘട്ടം 3-ാം ഘട്ടം എന്തായിരിക്കും പോലെ അല്ലാഹു അഅലം. പുറത്തു വരാൻ പോണേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, സംഘടന എന്ന് പറയുമ്പോ ഈ രൂപത്തിലേക്ക് ആളുകൾ മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.